ലൂണയുടെ കാര്യം പറഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കയ്യിലുള്ളതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ അതിനെ ചവറ്റുകുട്ടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം അറിയാവുന്ന ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോയി രാഗി മിനുസപ്പെടുത്തി പോളിഷ് ചെയ്ത് നല്ല മൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി എതിരാളികളെ വകവരുത്താൻ ഉപയോഗിക്കുമെന്ന്. അത് ഏറ്റവും മനോഹരമായിട്ട് ചേർത്ത് വെച്ച് പറയാൻ കഴിയുന്ന പേരുകളിൽ ഒന്നാണ് ജിതിൻ എംഎസിൻ്റേത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം പ്ലെയർ ആയിരുന്ന ജിതിന് കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിൽ ലഭിച്ചില്ല. നിരന്തരം അവഗണനകൾ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ ജിതിൻ അനുഭവിച്ചത്. പിന്നീട് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വല്ലാത്തൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഉണ്ടായെന്ന് പറയാം. ഇവൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പോസ്റ്റർ ബോയ്മാരിൽ ഒരാളായിട്ട് ജിതിൻ എംഎസ് വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നടത്തിയ അവിശ്വസനീയമായ കുതിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ ഈ മലയാളി താരമായിരുന്നു എന്നത് നമ്മളെല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു വസ്തു തന്നെയാണ്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജിതിൻ എംഎസിൻ്റെ വില എന്താണെന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തിരിച്ചറിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ ആ മാണിക്യത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും കെയറും എല്ലാം നൽകുന്നതിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അലാദീൻ അജാരയുടെ കോൺട്രാക്റ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജിതിൻ എംഎസിനെയും തങ്ങളുടെ കൂടാരത്തിൽ തന്നെ നിലനിർത്താനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആഗ്രഹിക്കുന്നത്. ജിതിനിപ്പം പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ജിതിനെ തങ്ങളുടെ കൂടെ നിർത്താൻ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത്.